ആരോഗ്യത്തിന്റെയും അനാരോഗ്യത്തിന്റെയും ഇടയിലെ നേർത്ത നൂൽപാലത്തിലൂടെയാണ് ഓരോ മനുഷ്യജീവന്റെയും സഞ്ചാരം. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ മതിമറന്നു വലിയ നേട്ടങ്ങളെ എത്തിപ്പിടിക്കാൻ കൊതിച്ചും അവന്റെ ആകാശയാത്ര. പക്ഷേ ആ യാത്രയിൽ എപ്പോഴോ പെട്ടെന്നൊരു നാൾ അവൻ കാൽ വഴുതി താഴേക്ക് പതിക്കുന്നു. തന്നെയോ തന്റെ കുടുംബത്തിലൊരാളെയോ ഒരിക്കലും ബാധിക്കില്ലെന്ന് കരുതിയിരുന്ന മഹാരോഗങ്ങളുടെ കനൽ വഴിയിലേക്ക്. ശരീരത്തിനും മനസ്സിനും രോഗം സമ്മാനിക്കുന്ന വേദനകൾക്കുമപ്പുറം സമ്പാദ്യത്തിന്റെ അവസാന ചില്ലിയും ചെലവിട്ടാലും രോഗചികിത്സയ്ക്ക് തികയാത്ത ദുരവസ്ഥ. ഇത്തരത്തിൽ രോഗപീഡയ്ക്ക് ഇരയാക്കപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന നിരവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഇവരെ നമുക്കാവും വിധം സഹായിക്കുക എന്നത് സഹജീവികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കടമ കർത്തവ്യമായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ചാലക്കുടി റോഡിൽ പ്രവർത്തിക്കുന്ന CH സെന്റർ എന്നറിയപ്പെടുന്ന CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്റർ. ക്യാൻസർ രോഗികളുടെ അഭയകേന്ദ്രം എന്ന നിലയിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മാസങ്ങൾ തികയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. മരണത്തിന്റെ വാറോലയുമായി എത്തിയ രോഗത്തെ മരുന്നിന്റെയും മനഃശക്തിയുടെയും ബലത്തിലാണ് ഇവർ നേരിടുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം തിരുവനന്തപുരത്ത് തങ്ങേണ്ടി വരുന്നു. ചികിത്സയ്ക്കുവേണ്ടി ചെലവാകുന്ന വലിയ തുക കൊണ്ട് സാമ്പത്തികമായും, രോഗം ശരീരത്തിലേൽപ്പിക്കുന്ന കടുത്ത വേദന കൊണ്ട് ശാരീരികമായും മാനസികമായും തകർന്ന് പാതി ജീവൻ കവർന്നെടുക്കപ്പെട്ട അവസ്ഥയിലെത്തുന്നു ഇവർ. ഇവർക്കാണ് CH സെന്റർ പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും പുതുജീവൻ സമ്മാനിക്കുന്നത്. ഈ സെന്ററിനെ പറ്റി പലരും പറഞ്ഞെങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ കിട്ടും, നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ കിട്ടുമെന്ന് പലരിൽ നിന്നും കേട്ടുള്ള അഭിപ്രായത്തിലാണ് ഇവിടെ വന്നത്. ഞാനിവിടെ വന്ന അന്ന് തന്നെ എനിക്കിവിടെ അഭയം കിട്ടുകയും ചെയ്തു. ഇവിടത്തെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. എല്ലാ സൗകര്യമുണ്ട്, ഭക്ഷണം എല്ലാം നല്ല സുരക്ഷിതമുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് സ്ത്രീകളും മാത്രം മതിയെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റും. ഇവിടെ നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യവും ഭക്ഷണവും നൽകുന്നു. 1 രൂപ പോലും ഈടാക്കാതെ, തികച്ചും സൗജന്യമായി. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഡോർമെട്രികൾ സജ്ജീകരിച്ചിരിക്കുന്നു. വിധി വൈപരീത്യത്താൽ പിടിപെട്ട മഹാരോഗത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് മുക്തി തേടുന്ന മനുഷ്യഹൃദയങ്ങളാണ് വൃത്തിയും ശുചിത്വവുമുള്ള ഈ ഡോർമെട്രികളിൽ ദിനരാത്രങ്ങൾ ചെലവിടുന്നത്. ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗത്തിന്റെ വേദനയിലും ഇവിടെ നിന്ന് ലഭിക്കുന്ന പിന്തുണയും സഹായവും ഒരു ചെറുത്തുനിൽപ്പിന് ഇവരെ പ്രാപ്തരാക്കുന്നു. കേരളത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നും എത്തിച്ചേർന്ന ഇവർ ഇവിടെ പാരസ്പര്യത്തിന്റെ പുതിയൊരു ദേശം തീർക്കുന്നു. നമ്മൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ സഹായിക്കും. ആ പുള്ളിക്കാരിക്ക് ഞാൻ രാവിലെ 7 മണിക്ക് പുള്ളിയുടെ കൂടെ റേഡിയേഷന് പോവും, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ പോവും.
CH സെന്ററിന്റെ സേവനങ്ങൾക്ക് ജാതിയോ മതമോ ഒരു മാനദണ്ഡമല്ല. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഇവിടെ പ്രവേശനവും പരിചരണവും ഒരുപോലെ ലഭിക്കുന്നു. ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്ന് എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഇതൊന്നുകളൊക്കെയാണ് കിട്ടുന്നത്. ഏത് രീതിയിലായിരുന്നാലും വേറെ എവിടെ ചെന്നിരുന്നാലും ഇതുപോലെ കിട്ടത്തില്ല. നമ്മളിപ്പം അതിൻ്റെതായ കാശുകളൊക്കെ കൊടുക്കണ്ടേ. പൂർണ്ണമായും സൗജന്യമായ ഡോർമെട്രിക്ക് പുറമെ വളരെ ചെറിയ വാടക ഈടാക്കുന്ന മറ്റു 2 താമസ സൗകര്യങ്ങൾ കൂടി ഇവിടെയുണ്ട്. ഒരൽപ്പം സ്വകാര്യത ഉറപ്പാക്കുന്ന ഈ ക്യാബിനുകളാണ് അവയിലൊന്ന്. ഒരു ദിവസത്തേക്ക് 50 രൂപയാണ് ഇതിന്റെ വാടക. സ്വകാര്യ മുറികളാണ് മറ്റൊന്ന്. കൂടുതൽ സ്ഥല സൗകര്യവും ബാത്റൂമും ഉള്ള ഈ മുറികൾക്ക് 150 രൂപ വാടക ഈടാക്കുന്നു. എന്നാൽ ഇവിടെ താമസിക്കുന്ന മുഴുവൻ പേർക്കും ഭക്ഷണം പൂർണ്ണമായും സൗജന്യമാണ്. ഇവിടെ സൗകര്യങ്ങൾ കിടക്കാനും ഇരിക്കാനും ഒപ്പമുള്ള ആൾക്കാർക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ ഒപ്പമുള്ള ആൾക്കാർക്കും ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, അതായത് നല്ല നല്ല ഭക്ഷണങ്ങൾ, ഇങ്ങനെ പുറത്തൊന്നും പോയാൽ ഇത്രയും നല്ല സൗകര്യത്തിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ചായ ഉണ്ട്, ചോറുണ്ട്, കഞ്ഞിയുണ്ട്, എന്താ വേണ്ടിച്ചാൽ വേണ്ടത്. അത് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ആൾക്കാർ തോനെയുണ്ടല്ലോ. അങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചെടുത്തുമൊക്കെ വന്ന് മനസ്സിന് നല്ല ഒരു സമാധാനം ഉണ്ടാകും. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരു ടെൻഷനില്ല രോഗം കൊണ്ട് എന്തുവാണെന്നുള്ളത്. 25 ദിവസത്തെ റേഡിയേഷനും കൂടി ആയപ്പം പിന്നെ ഇങ്ങനെ ആയപ്പോൾ ഒരു സംവിധാനം ഉണ്ടായില്ല. അതിൻ്റെ ഒരു സമാധാനമുണ്ട്, ഇങ്ങനെ തൊട്ടടുത്തായതുകൊണ്ട് പോകാനും വരാനും ഒക്കെ. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ അന്തേവാസികളായ രോഗികളെ ചികിത്സാർത്ഥം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനവുമുണ്ട്. വീൽചെയറും സ്ട്രെച്ചറും ആംബുലൻസുമടക്കം ഒരു ആശുപത്രിയിൽ എന്ന പോലെയുള്ള അവശ്യ സൗകര്യങ്ങൾ. ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന രോഗികളെ ചികിത്സ കഴിഞ്ഞ ശേഷം തിരികെ സെന്ററിൽ എത്തിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തീർത്തും നിർധനരായ രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും CH സെന്റർ നൽകി വരുന്നു. റീജിയണൽ ക്യാൻസർ സെന്ററിന് പുറമെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും CH സെന്ററിന്റെ എല്ലാ സൗജന്യ സേവനങ്ങളും ലഭ്യമാകും. ഇതോടൊപ്പം അന്തേവാസികൾക്കായി ഒരു ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികളും. CH സെന്ററിലെ അന്തേവാസികളിൽ നിരവധി കുട്ടികളുമുണ്ട്. ഇവർക്കും മറ്റു രോഗികൾക്കും മാനസിക ഉല്ലാസത്തിനായി ഒരു റൂഫ് ടോപ്പ് ഗാർഡൻ ഇവിടെയുണ്ട്. ഈ പച്ചപ്പിലും നിറവർണ്ണങ്ങളിലും ഇവർ തങ്ങളുടെ രോഗപീഠകളിൽ നിന്നും ആശ്വാസം തേടുന്നു. CH സെന്ററിന്റെ മുറ്റത്തെ ഈ കൃത്രിമ വെള്ളച്ചാട്ടവും രോഗികളുടെ കാഴ്ചവട്ടത്തെ ഒരു കൗതുകമാണ്.
നോമ്പുകാലത്ത് ഇവിടെ വലിയ രീതിയിലുള്ള നോമ്പുതുറയും ഇഫ്താറും സംഘടിപ്പിക്കുന്നു. CH സെന്ററിലെ അന്തേവാസികളും പുറത്തുനിന്നുള്ളവരും പങ്കെടുക്കുന്ന നോമ്പുതുറയിൽ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ജീവിതത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്നു ഭവിച്ചേക്കാവുന്ന മഹാരോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോയവർക്ക് ഒരു സാന്ത്വന സ്പർശമായി പ്രവർത്തിക്കുന്ന ഈ മഹത് സ്ഥാപനം സംസ്ഥാനത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവുമായ ജനാബ് E.T. മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അദ്ദേഹം ചെയർമാനായ ഒരു ഭരണസമിതിയാണ് CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മഹാനായ ജനനേതാവിന്റെ നാമധേയത്തിൽ നിർധനരായ രോഗികൾക്ക് ആശ്വാസമേകാൻ ആരംഭിച്ച CH സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം 2005-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് നിർവഹിച്ചത്. കെട്ടിടത്തിന്റെ 2 നിലകൾ പൂർത്തിയാക്കി 2008 ഫെബ്രുവരി 21-ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ CH സെന്റർ ഉദ്ഘാടനം ചെയ്തു. 2012-ൽ 5 നിലകൾ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. CH സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തായി റോഡിന് അഭിമുഖമായി കിടക്കുന്ന സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള 15 സെന്റ് സ്ഥലത്ത് ഒരു വ്യാപാര സമുച്ചയം നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. റിലീഫ് ടവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. CH സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഈ സംരംഭം. ഒരു രോഗിക്ക് കിട്ടേണ്ടതിൽ വെച്ച് കൂടുതൽ സഹായങ്ങളാണല്ലോ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേമാതിരിയുള്ള അന്വേഷണങ്ങൾ ഇവിടുത്തെ വലിയ ആൾക്കാർക്ക് വന്നിട്ട് ഓരോന്ന് അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക. ഇന്നും ഇതിൻ്റെ ആൾ വന്നിട്ട് ബഷീർ സാർ വന്നിട്ട് നമ്മോട് വലത് അന്വേഷിച്ച് അങ്ങനെ ഇടക്കിടക്ക് വരുമോ ഇവരോടെ അങ്ങനെ എല്ലാവിധ അന്വേഷണങ്ങളും. പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് സഹായം, അത് തന്നെ വലിയൊരു കിട്ടലല്ലേ. CH സെന്ററിന്റെ നടത്തിപ്പിന് മാസം തോറും 5 ലക്ഷം രൂപ ഇപ്പോൾ ചെലവ് വരുന്നു. ഈ മഹത് സ്ഥാപനത്തിന്റെ ഉദ്ദേശശുദ്ധിയും പ്രവർത്തന മികവും മനസ്സിലാക്കി ഉദാരമതികൾ നൽകുന്ന സംഭാവനയാണ് ഇതിന് ഏക ആശ്രയം. CH സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും നിർധനരായ രോഗികൾക്ക് സഹായം തുടർന്നും എത്തിക്കുന്നതിനും ഇത്തരം ഹൃദയം നിറഞ്ഞുള്ള സഹായ സഹകരണങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ജീവിതത്തിൽ രോഗാതുരതയുടെയും നിരാശയുടെയും ഇരുട്ടിൽ അകപ്പെട്ടുപോയ ഇവർക്ക് നിങ്ങളുടെ കഴിവിനൊത്ത സംഭാവനകൾ നൽകി പ്രതീക്ഷയുടെ വെളിച്ചമേകുക. നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾക്കായി ഇവർ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സംഭാവനകൾ നിക്ഷേപിക്കേണ്ട അക്കൗണ്ട് നമ്പർ 670801744464 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മെഡിക്കൽ കോളേജ് ബ്രാഞ്ച്, തിരുവനന്തപുരം. CH സെന്ററിന് നിങ്ങൾ സംഭാവനയായി നൽകുന്ന തുകയെ ഇൻകം ടാക്സ് റൂൾ സെക്ഷൻ 80G പ്രകാരം വരുമാന നികുതിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്.